2026 എനിക്കിതാണ് അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളത്. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നഗ്നമായ സത്യമായിരിക്കും അത്. ഒരു 10K എങ്കിലും അടുത്ത വർഷം കഴിയുന്നതിന് മുൻപ് എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സക്സസ്ഫുൾ ആവേണ്ടതാണ്. ബിക്കോസ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു പിൻട്രസ്റ്റ്. എനിക്കെന്നെ കണ്ടിട്ട് എനിക്കെന്നെ വാവ് ഇത് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാനാണ് പോകുന്നത്. സോ വിഷൻ ബോർഡ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഒരു ഐറോണിക് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരെ ഒരു ക്രിയേറ്റീവ് അല്ലാത്തൊരു തീരെ ആർട്ടിസ്റ്റിക് അല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സോ എവിടേക്ക് എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിനൊക്കെ കുറച്ച് ഐഡിയാസ് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ എൻ്റെ വിഷനെ കുറിച്ച് പറയാനാണെങ്കിൽ മെയിനായിട്ട് ഞാനൊരു 5 വിഷനാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് 2026 എനിക്കിതാണ് അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് ജിമ്മാണ്. ഞാൻ വളരെയധികം ചബ്ബി ആയിട്ടുള്ള ഒരു ഗേളാണ്. എനിക്ക് എൻ്റെ ഈ ഒരു ബാഡ് ഫാറ്റൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒബ്വിയസ്ലി അറിയാലോ, ഇന്ന് നാളെ മറ്റന്നാളെ പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന പോലെ മാറ്റി വയ്ക്കും. 2026 എന്തായാലും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് വിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ഹാർഡ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ കോളേജിൽ 3rd ഇയർ ആണ്. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വർഷം ഞാനൊന്ന് പ്രോപ്പറായിട്ടിരിക്കണം. ജോബ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. അല്ല എനിക്കിനി ഹയർ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ വർഷമാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഐ തോട്ട് ഐ വിൽ മേക്ക് ദാറ്റ് ആസ് മൈ സെക്കൻഡ് വിഷൻ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് എന്തായിരുന്നു മൂന്നാമത്തെ കാര്യം മറന്നുപോയി. മൂന്നാമത്തെ കാര്യമാണ് ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ. ഞാൻ ഒട്ടും ട്രാവൽ ചെയ്യാത്ത ഒരാളാണ്. അതായത് ഒട്ടും ട്രാവൽ ചെയ്യാത്ത ഒരാളാണെന്ന് പറയുമ്പം എൻ്റെ വീട്ടിൽ എന്നെ ഒറ്റയ്ക്കൊന്നും എവിടേക്കും വിടില്ല. കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നഗ്നമായ സത്യമായിരിക്കും അത്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യമെങ്കിലും ഫാമിലീൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നും കുറച്ച് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എത്രത്തോളം നടക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഏതായാലും എൻ്റെ വിഷൻ ബോർഡിൽ ഇടുന്നുണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട്. 4th thing of my vision board is സേവ് മണി ആൻഡ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഇത് രണ്ടും ഒരുമിച്ച് ഞാൻ എങ്ങനെ ഇട്ടതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു 5 ഒതുക്കാൻ വേണ്ടിയിട്ടാണെന്നും. സേവ് മണി, ഞാൻ പൈസ കുറച്ചധികം ചിലവാക്കുന്നുണ്ടോ എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സംശയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത്. എനിക്ക് കിട്ടുന്ന ട്യൂഷൻ്റെ സാലറിന്നോ അല്ലാതെ ഇപ്പം വേറെ ഐ ആം ഗെറ്റിംഗ് സം മണി, ഐ തിങ്ക് ഐ ഹാവ് ടു സേവ് സം സോ ദാറ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം എനിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് സേവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതാണ് ഞാൻ എൻ്റെ 6th കാര്യം 4th കാര്യമായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ബി ഓപ്റ്റിമിസ്റ്റിക്. ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആങ്സൈറ്റി ആണ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു എക്സാം ആണെങ്കിൽ എനിക്ക് ഓവർ തിങ്കിങ് ആണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് ഓവർ തിങ്കിങ് ആണ്. സോ അതൊന്നും ഒഴിവാക്കണം എന്ന് എനിക്കുണ്ട്. ആൻഡ് ദ 5th ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കോണ്ടന്റ് ക്രിയേഷൻ. ഞാനിത് 2024 ഈ ഒരു ഒക്ടോബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്ക് 1K ഒക്കെ റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാനെൻ്റെ വിഷൻ ബോർഡിൽ 100K എന്നാണ് ഇടാൻ പോകുന്നത്. എനിക്കിത് എത്രത്തോളം വർക്കിംഗ് ആവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വർക്ക് ആയാലും ഇല്ലെങ്കിലും ഒരു 10K എങ്കിലും അടുത്ത വർഷം കഴിയുന്നതിന് മുൻപ് എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ എനിക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതാണ് എൻ്റെ 5 കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഐപാഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഞാൻ ആക്ച്വലി ഐപാഡിൽ കിലോ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, കിലോ നോട്ട്സ്. ആൻഡ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് അത്യാവശ്യം കുറേ പിക്ചേഴ്സ് ഡൗൺലോഡും ചെയ്തിട്ടുണ്ട്. എൻ്റെ വിഷന് ആപ്റ്റ് ആവുന്ന കുറച്ച് കൈൻഡ് ഓഫ് പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിൻട്രസ്റ്റിൽ നിന്ന്. ജസ്റ്റ് ഷോ യു. ഞാനിപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റി കൈൻഡ് ഓഫ് കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കിത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കിത് ചെയ്യാം ഗൈസ്. നമ്മൾ എന്തും സക്സസ്ഫുൾ ആക്കും ഇൻഷാല്ലാഹ്. കം ഓൺ. അപ്പോൾ നമുക്ക് ചെയ്യാം. സോ സ്റ്റാർട്ടിങ് അപ്പ് മൈ വിഷൻ ബോർഡ്.
സെറ്റായിരിക്കുകയാണ്. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ വിഷൻ ബോർഡ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഫൈനലൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ആക്ച്വലി ഞാൻ ഇത്രയൊക്കെ ഭംഗിയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി കുറേ സമയം എടുത്തു കേട്ടോ. ഇറ്റ്സ് ലൈക്ക് 2 something hours ഞാനിത് ചെയ്തു ഗൈസ്. കാരണം കട്ടൗട്ട് ചെയ്ത് പിക്ചർ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ചെയ്തിട്ട് ഫൈനലി എൻ്റെ വിഷൻ ബോർഡ് സക്സസ്ഫുൾ ആയി. ഐ ആം സോ ഹാപ്പി ഫോർ ദിസ്. അപ്പം ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്തൊക്കെയാണ് ഈ വിഷൻ ബോർഡിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ ഞാൻ 4 കോർണേഴ്സ് ആയിട്ടാണ് ഇതിന് ആദ്യമേ ചെയ്തത്. 4 കോർണേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു കോർണർ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ്റെ കോർണറാണ്. ഈ ഒരു കോർണർ എന്ന് പറയുന്നത് എൻ്റെ ജിം, അതേപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ സേവ് മണി, ഒപ്റ്റിമിസം, ഇൻ മൈ ഹാപ്പി ഗേൾ എറ, ഹാപ്പി ഗേൾ ആവണമല്ലോ, ഹാപ്പി ഗേൾ എറ, അതൊക്കെയാണ്. പിന്നെ ഞാൻ നല്ല ഹെൽത്തി ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ സ്റ്റഡീസ്, അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റി, പിന്നെ ചായ. യെസ്, ലുക്ക് അറ്റ് ദിസ്, ചായ് ഈസ് മൈ ലൈഫ്. ഇതാണ് ഏറ്റവും, ചായ് ഈസ് മൈ ലൈഫ്. എനിക്ക് ചായ ഇല്ലാതെ പറ്റില്ല. എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ചായ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. അപ്പം ഞാൻ അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മോട്ടിവേഷണൽ കോട്ട്സ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു കോർണർ എന്ന് പറയുന്നത് സെൽഫ് ലവ്, അതേപോലെ തന്നെ കുറച്ച് മോട്ടിവേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നോട്ട് ടു സെൽഫ്, അതേപോലെ കീപ് ലേണിംഗ്, കീപ് ഇംപ്രൂവിങ്, കീപ് ഗ്രോയിങ്, അങ്ങനത്തെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ യെസ്, 2026 ഇസ് മൈ ഇയർ. യെസ്, ഇൻഷാല്ല ഒബ്വിയസ്ലി 2026 എൻ്റെ വർഷം ആവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ യെസ്, ഞാൻ ഇവിടുത്തെ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കോർണറിലാണ് ഞാൻ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ കൊടുത്തിട്ടുള്ളത്. വേർ ഐ ഹാവ് മെൻഷൻഡ് മൈ 100K സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ പറഞ്ഞ പോലെ 100K ആയില്ലെങ്കിൽ ഒരു 10K എങ്കിലും ആയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഒരു സിൽവർ പ്ലേ ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്യാമറ, അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ പോലത്തെ ഞാൻ ഈ ഒരു പോർഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ഫോർ മൈ എന്താ പറയുക, എന്തിൻ്റെ ആയിരുന്നു, യെസ്, ട്രാവലിങ്ങിൻ്റെ സ്ഥലമാണ് ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ട്രാവലിംഗ്. സോ ഞാനിങ്ങനെ പോകുന്നതും, പിന്നെ അതേപോലെ ഒരു പാസ്പോർട്ട്, പിന്നെ അതിന് കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ യാ, ഓവറോൾ ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഹാവ് മെയ്ഡ് സച്ച് എ തിങ്. ഗൈസ്, ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു പിൻട്രസ്റ്റ് എന്ന് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. പിൻട്രസ്റ്റ്, അതേപോലെ ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോസിനാണ് ഫുൾ ക്രെഡിറ്റ്സ് പോകുന്നത്. സംഹൗ ഞാൻ കട്ടൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഹാപ്പി. യെസ്, പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. എൻ്റെ പേര് എഴുതണമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായാലും എൻ്റെ പേരും കൂടെ ഇതിൽ എവിടെയെങ്കിലും എഴുതാം. യെസ്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ഈ യൂട്യൂബിൻ്റെ ഈ സാധനമല്ലേ, അതിൽ എൻ്റെ പേര് എഴുതാം. അതേപോലെ ഞാനൊരു സൈനും കൂടി ഇടാം എൻ്റെ, സോ ദാറ്റ് ദിസ് വുഡ് ബി കംപ്ലീറ്റ്. ഗൈസ്, എനിക്കറിയില്ല, ഞാൻ ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചില്ല. എനിക്കെന്നെ കണ്ടിട്ട് എനിക്കെന്നെ വാവ്, ഇത് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ എൻ്റെ സൈനും അതേപോലെ തന്നെ പേര് കഴുകി എൻ്റെ വിഷൻ ബോർഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, വിഷൻ ബോർഡിന് അതിന് പുറകിൽ ഒരുപാട് എന്തോ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ അതൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. സോ എല്ലാവരും ട്രൈ ടു ഡു സം വിഷൻ ബോർഡ് ബിഫോർ 2025 ends and let us see how it will work. യെസ്, മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്, ചെയ്താൽ നടക്കുമെന്നൊക്കെ. അപ്പം ഞാൻ ഇതൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഉള്ളത്. സോ ലെറ്റ് us see whether it is going to happen in 2026 or not. സോ എല്ലാവരും ട്രൈ ചെയ്യുക ഒരു വിഷൻ ബോർഡ്. ഇവൻ ഇഫ് ഇറ്റ്സ് ലുക്ക് ഗുഡ് ഓർ ബാഡ്, ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് യാ, സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബൈ. ഹാപ്പി അഡ്വാൻസ് ന്യൂ ഇയർ ആൻഡ് ബൈ.